ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രാക്ടിക്കലിലൂടെ ചെയ്ത് മനസ്സിലാക്കാം. എപ്പിസോഡ് 31. നമ്മുടെ DNA-യിലും ബോണിലും എല്ലാം കാണുന്ന ഫോസ്ഫറസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അറ്റോമിക് നമ്പർ 15 ആയിട്ടുള്ള ഈ ഒരു എലമെന്റ് തന്നെ വൈറ്റ്, റെഡ് എന്നിങ്ങനെ പല രൂപത്തിലുള്ള അലോട്രോപ്പുകളായിട്ട് കാണാൻ കഴിയും. ഒരു തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് ഫോസ്ഫറസിന്റെ അലോട്രോപ്പുകളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ തീപ്പെട്ടിയുടെ സൈഡിലായിട്ടുള്ള ഈ ഒരു പേപ്പർ സ്ട്രിപ്പ് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തീപ്പെട്ടി കത്തിക്കാനായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഈ ഒരു റഫ് ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ടാണ്. പൊതുവെ സ്റ്റേബിൾ ഫോം ആയിട്ടുള്ള ഈ ഒരു റെഡ് ഫോസ്ഫറസിന്റെ ലെയർ മാത്രം കിട്ടാനായിട്ട് ഞാൻ ഈ പേപ്പർ സ്ട്രിപ്പ് ഒന്നുകൂടി പൊളിച്ച് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം റെഫ്രിജറേറ്ററിൽ വെച്ച് നന്നായി തണുപ്പിച്ച ഈ ഒരു സെറാമിക് കപ്പിന്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു പേപ്പർ സ്ട്രിപ്പ് വെച്ച ശേഷം കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് വളരെ അൺസ്റ്റേബിളും റിയാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ഫോസ്ഫറസ്. ഇവയുടെ ഹൈ റിയാക്ടിവിറ്റിയും എയറുമായി ചേർന്ന് തീപിടിക്കാനുള്ള കഴിവും കാരണം തന്നെ പണ്ട് യുദ്ധങ്ങളിൽ ബോംബായിട്ട് ഉപയോഗിച്ചിരുന്ന ഇവയുടെ ഉപയോഗം ആയുധം എന്നുള്ള നിലയ്ക്ക് പല രാജ്യങ്ങളും ഇപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വൈറ്റ് ഫോസ്ഫറസിന്റെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഈ ഒരു സെറാമിക് കപ്പിന്റെ അടിഭാഗത്തായിട്ട് നമ്മൾ റെഡ് ഫോസ്ഫറസ് അടങ്ങിയ ആ ഒരു പേപ്പർ കത്തിച്ചപ്പോൾ കണ്ടൻസ് ആയിട്ടുള്ളത്. ഇവയുടെ റിയാക്ടിവിറ്റി മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വൈറ്റ് ഫോസ്ഫറസ് ഞാൻ എന്റെ കയ്യിൽ തേച്ചെടുത്ത ശേഷം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള ആ ഒരു ഫ്രിക്ഷൻ മൂലം തന്നെ ഈ ഒരു വൈറ്റ് ഫോസ്ഫറസ് എയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോസ്ഫറസ് ഓക്സൈഡ് ഉണ്ടാവുകയും ഇവ ഒരു വൈറ്റ് സ്മോക്ക് രൂപത്തിൽ എയറുമായിട്ട് ലയിച്ച് ചേർന്നതും കാണാൻ കഴിയും. മാജിക് ഫിംഗർ സ്മോക്ക് എന്നുള്ള പേരിൽ മാജിക് ഷോകളിൽ ഒരു ഐറ്റമായി വരെ ഇവ ഉപയോഗിച്ചു വരുന്നുണ്ട്.